വളരെ പ്രാർത്ഥനയോടെ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം. നിങ്ങൾ കേട്ടെ, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കാൻ വേണ്ടി പോവുക. 34 മുതലുള്ള വാക്യങ്ങൾ, 34 മുതലുള്ള വാക്യങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തു. ആർക്കാ വായിക്കാൻ പറ്റുന്നേ? ഒന്ന് വായിച്ചു തുടങ്ങുക. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ. യേശു പറഞ്ഞു, അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി. കൊയ്യുന്നവന് കൂലിയുണ്ട്. അടുത്ത വാക്ക്, വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള ഒരു പഴഞ്ചൊല്ല് ഒത്തിരിക്കുന്നു. നമ്മൾ ഏറ്റവും തുടക്കത്തിൽ പറഞ്ഞ വേടാണിത്. ഡിസംബർ 31 പറഞ്ഞ് ആവർത്തിച്ചതാണ്. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ ഒന്ന് ചേർന്ന് പറഞ്ഞാൽ, ഞാൻ ചിലരുടെ അധ്വാന ഫലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അന്ന് ചേർന്ന് ആ വാക്കെന്ന് പറഞ്ഞ് ഏറ്റവും അവസാനം വായിച്ച 38-ാം വാക്യത്തിൻ്റെ അവസാനത്തെ സെൻറ്റൻസ് എന്ന് പറഞ്ഞ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ ഫ്രീ ആയിട്ട് പ്രവേശിച്ചിരിക്കുന്നു. ചേർന്ന് പറഞ്ഞ്, ചിലയിടത്തേക്ക് ഫ്രീ ആയിട്ടൊരു പ്രവേശനം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നു. ചേർന്ന് പറഞ്ഞ്, അധ്വാനിച്ചത് വേറെയാൾ, വിതച്ചത് വേറെയാൾ, ആമേൻ, കഷ്ടപ്പെട്ടത് വേറെയാൾ. പക്ഷേ ആ റിസൾട്ട് എടുക്കുന്ന സമയത്ത് നിനക്കൊരു എൻട്രി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തി യേശുവിനൊന്ന് ആരാധന കൊടുത്താട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഇനി നിങ്ങളുടെ മൊബൈലും മറ്റു കാര്യങ്ങളെല്ലാം അങ്ങ് മാറ്റി വെക്കുക. നമ്മൾ ഒന്നിച്ച് ദൈവത്തിൻ്റെ വചനത്തെ ഒന്ന് ധ്യാനിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന കരങ്ങൾ ഉയർത്തി വചനത്തിന് വേണ്ടി ആമേൻ പറഞ്ഞാട്ടെ. താങ്ക് യു ജീസസ്. ആമേൻ പറഞ്ഞാട്ടെ. എല്ലാ വായുകളും തുറന്ന് ആമേൻ പറഞ്ഞാട്ടെ. വചനം കർത്താവ് ഇത് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് വചനം ഇന്ന് പകൽ നമ്മളോട് സംസാരിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു, താങ്ക് യു ജീസസ്. യേശു പറഞ്ഞു ഒന്ന് രണ്ട് യേശുവും ശിഷ്യന്മാരും തമ്മിലുള്ള സംസാരം. യേശു ശിഷ്യന്മാരോട് പറയുന്നു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുക, അത് അവൻ്റെ പ്രവൃത്തിയെ തികയ്ക്കുക എന്നതാണ് എൻ്റെ ആഹാരം. എന്നിട്ട് പറയുന്നു, നിങ്ങൾ തലപൊക്കിയെന്ന് നോക്കിക്കേ, ഒരു 4 മാസം കഴിയുമ്പോൾ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാനുള്ളതാണ്? കൊയ്യാനായി വെളുത്തിരിക്കുന്നത് കാണാമെന്ന് പറഞ്ഞു. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുപോലെ സന്തോഷിക്കുന്ന സമയമാണ് കൊയ്ത്ത്. ഒന്നുകൂടെ ആ വാക്കെന്ന് പറഞ്ഞ്, വിതയ്ക്കുന്നവൻ്റെയും കൊയ്യുന്നവൻ്റെയും സന്തോഷം കാണുന്ന സമയം ഏതാണെന്ന് ചോദിച്ചാൽ ചേർന്ന് പറയാമോ? കൊയ്ത്ത്. നിങ്ങളെൻ്റെ കൂടെ ഇല്ല. കൊയ്ത്ത് ചേർന്ന് പറഞ്ഞാൽ ഹാർവെസ്റ്റിനകത്ത് സംഭവിക്കുന്ന എന്നാ? കൊയ്യുന്നവന് മാത്രമല്ല സന്തോഷം, വിതച്ചവനും കൂടെ സന്തോഷം. ഒന്നും കൂടെ ആമേൻ പറയാമോ? വിതച്ചവനും കൂടെ സന്തോഷം. കൊയ്യുന്നവന് മാത്രമല്ല സന്തോഷം, വിതച്ചവനും കൂടെ സന്തോഷം കിട്ടുന്ന പ്രോസസ്സാണ് ഹാർവെസ്റ്റ്. ഞാൻ പ്രാർത്ഥിച്ചു, നമ്മൾ പ്രാർത്ഥിച്ചു. ആമേൻ, സ്തോത്രം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ശാലോം സാക്ഷ്യം പറഞ്ഞു, അവർക്ക് ഗവൺമെൻറ്റിൽ ഒരു ജോലി കിട്ടി. ശരിക്കും പറഞ്ഞാൽ അത് ആർക്കാ പ്രയോജനം? ശാലോമിന് മാത്രമേ പ്രയോജനമുള്ളൂ. പക്ഷെ നമുക്കെന്താ സന്തോഷം? നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ ഞങ്ങളുടെ സഹോദരിമാർക്ക് എന്ത് ചെയ്യണം? അപ്പം വിതച്ച നമുക്കും എന്നാ ഉണ്ട്? സന്തോഷമുണ്ട്. കൊയ്ത അത് കിട്ടിയ ശാലോമിന് എന്നാ ഉണ്ട്? അങ്ങനെയാണെങ്കിൽ പറഞ്ഞ്, ഞാൻ ഈ 2 മേഖലകളിലും സന്തോഷം അനുഭവിക്കും. വിതയ്ക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, കൊയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം. ഇത് രണ്ടും കിട്ടുന്നത് ഈ കൊയ്ത്തിനകത്താണ്.
വിതയ്ക്കുമ്പോൾ കൊയ്യുന്നവന് സന്തോഷമില്ല, വിതച്ചവനും കരഞ്ഞുകൊണ്ടാണ് വിതയ്ക്കുന്നത്. പക്ഷേ ഒരു സന്തോഷത്തിൻ്റെ സീസൺ വരുന്നെന്ന്. ഒന്നും കൂടെ വാഗോട്ട് പറഞ്ഞേ, ഹാർവസ്റ്റ് എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ സീസണാണ്. ഒന്നും കൂടി ആവർത്തിച്ച് പറഞ്ഞ്, ഹാർവസ്റ്റ് എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ സീസണാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു, നിങ്ങൾ എത്ര കരഞ്ഞാലും, നിങ്ങൾ എത്ര ദുഃഖിച്ചിരുന്നാലും, നിങ്ങൾ എത്ര വേദനിച്ചിരുന്നാലും, ചിലതൊക്കെ കാണുമ്പോൾ, ചിലതെല്ലാം കണ്ണുകൊണ്ട് കാണുമ്പോൾ, അതിനകത്തൊരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ സന്തോഷിക്കാനുള്ള വകയുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. ഈ യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 20-ാമത്തെ വാക്യം. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് പറഞ്ഞ ആ വാക്കൊന്ന് പറഞ്ഞേ. നിങ്ങൾ കരഞ്ഞ് അങ്ങ് സങ്കടപ്പെട്ടിരിക്കും. ലോകം എന്ത് ചെയ്യും? സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും. അടുത്ത വാക്ക് പറയുന്നു, ഈ ഒരു ദുഃഖം, ഈ ഒരു സീസൺ മാറി അടുത്ത ഒരു സീസൺ ഉണ്ട്. ആ സീസണിന്റെ പേരാണ് സന്തോഷത്തിൻ്റെ സീസൺ. ഈ സഭയൊന്ന് ചേർന്ന് പറഞ്ഞ്, നിങ്ങൾ ദുഃഖിക്കും, ലോകം സന്തോഷിക്കും. അതാ ഏറ്റവും വലിയ സങ്കടം. നമ്മൾ ദുഃഖിക്കുന്നതല്ല, നമ്മൾ കരയുന്നത് കാണുമ്പോൾ ലോകം ചിരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ. ഞാൻ നേരത്തെ കുഞ്ഞുങ്ങളോട് പറഞ്ഞതുപോലെ, നമ്മളൊരാളെ പ്രാങ്ക് ചെയ്യുമ്പോൾ അവൾ കരയുന്നത് കാണാൻ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, ഞാൻ കരയുമ്പോൾ മറ്റൊരാൾ ചിരിക്കുന്നതാണ്. കയ്യും കാലും ഒടിയുന്ന രീതി വീണാൽ പോലും, ബൈക്കിൽ നിന്നൊക്കെ വീണാൽ പോലും വീണവൻ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കിടക്കത്തില്ല. അവൻ എങ്ങനെയും മാക്സിമം എന്തായാലും ചാടി എഴുന്നേൽക്കുന്നതിൻ്റെ കാര്യം ആൾക്കാർ കാണാതിരിക്കാൻ. അത് മനുഷ്യൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ എവിടെയായാലും ഒന്ന് വീണാൽ അന്നേരം നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? വെറുതെ അന്നേരം നമ്മൾ എന്ത് ചെയ്യും? ചാടി അങ്ങ് എഴുന്നേക്കും. കൈക്ക് വേദന കാണും, കാലിന് വേദന കാണും, പിന്നെ നമ്മൾ തിരുമിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ആദ്യം നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? ഒന്ന് ചുറ്റും നോക്കിയിട്ട് പെട്ടെന്ന് ആരും കണ്ടില്ല എന്ന് ഉറപ്പ് വരുത്തും. അപ്പോൾ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്, ആരൊക്കെയോ നമ്മളെ വാച്ച് ചെയ്യുന്നു, നമ്മളെ കാണുന്നു എന്നുള്ളതാണ്. അവർക്ക് ചിരിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, കൊയ്ത്തിനകത്ത് ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത്, കൊയ്ത്തിൻ്റെ ഏറ്റവും വലിയ സീക്രട്ട് എന്ന് പറയുന്നത്, വിതച്ചവനും കൊയ്യുന്നവനും ഒരുപോലെ സന്തോഷിക്കുന്ന സമയമാണ് ഹാർവെസ്റ്റ്. ഇന്ന് പകലും ഞാൻ ഈ കഴിഞ്ഞ മാസങ്ങളെല്ലാം പ്രസംഗിച്ച വാക്കുകൾ ഒരുപോലെ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഈ സഭയോട് പറയുന്നു, നീ പ്രാർത്ഥിച്ച കാര്യത്തിൻ്റെ മേൽ, നീ നിലവിളിച്ച പ്രാർത്ഥിച്ച കാര്യത്തിൻ്റെ മേൽ, നീ വിതച്ച കാര്യത്തിൻ്റെ മേൽ സന്തോഷം കാണാൻ പോകുന്നു. ചേർന്ന് കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞ, ഞാൻ സന്തോഷത്തെ കാണും, ഞാൻ സന്തോഷം കാണും, ഞാൻ സന്തോഷം കാണും, ഞാൻ സന്തോഷം കാണും. ചിലവർ നമ്മളിപ്പോൾ ബിയൂല വായിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖകാലം. 21-ാമത്തെ വാക്യം ഹാർവസ്റ്റ് വെളിപ്പെടുത്തുക. 21-ാമത്തെ വാക്യം നിങ്ങൾ കണ്ടോ? സ്ത്രീ ഒരു സഹോദരി, നീ ഇപ്പൊ ഇതിനകത്ത് ഇന്ന് മദേഴ്സ് ഡേ, അമ്മമാര് പറഞ്ഞേ, നിങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിച്ച സമയം, നിങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിച്ച സമയം അല്ലേ? ഡെലിവറി പെയിനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിച്ചേ. പക്ഷെ ഒരമ്മ പോലും കുഞ്ഞിനെ നോക്കിക്കൊണ്ട്, എൻ്റെ ഏടാ നിന്നെ ജനിപ്പിച്ചത് ഞാൻ വേദനിച്ചെന്ന് ഒരമ്മ പോലും, എനിക്കറിയത്തില്ല ഇതെങ്ങനെ ഇത് മറന്നു പോകുന്നു. ചേച്ചി ഇതെങ്ങനെ ഇത് മറക്കുന്നത്? ഇവിടെ പറയുക, ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾ എന്ത് ചെയ്യുന്നുണ്ട്? ഭയങ്കര ദുഃഖമുണ്ട്. പക്ഷേ പ്രസവിച്ച ശേഷം കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ ആ ദുഃഖം മാറി സന്തോഷം വരുന്നത് പോലെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ലെന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വചനം എടുത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇങ്ങനെയൊന്ന് പ്രഖ്യാപിച്ച് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കരഞ്ഞ കാര്യത്തിന്മേൽ അതിൻ്റെ റിസൾട്ട് കണ്ട് നീ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത നിലയിൽ ആ കാര്യത്തിന് മേലുള്ള സമാധാനത്തെ കണ്ടിട്ട് ആ കഷ്ടത്തെ പിന്നെ ഓർക്കാതെ വണ്ണം. ഞാൻ ഈ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞൊരു വാക്കാണ്, നീ കണ്ടതും നീ കേട്ടതൊക്കെ മറന്നു പോകുമെന്ന്. ഒഴുകിപ്പോകുന്ന വെള്ളം പോലെ ചിലതെല്ലാം മറന്നു പോകും. അതൊന്നും ഓർക്കാൻ മേലാത്ത നിലയിൽ സന്തോഷം. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇന്നലകളിലെ നിന്റെ ദുഃഖങ്ങളെല്ലാം മറന്നു പോകും, ഇന്നലകളിലെ നിങ്ങളുടെ വേദനകളെല്ലാം മറന്നു പോകും. അതൊന്നും ഓർക്കാൻ മേലാത്ത നിലയിൽ
നിങ്ങൾ ഈ വചനത്തെ അങ്ങനെ തന്നെ സ്വീകരിക്കണം. നിങ്ങൾ ഈ വചനത്തെ അങ്ങനെ തന്നെ തിന്നാൻ തയ്യാറാകണം. ഈ നീണ്ട വർഷങ്ങൾ നീ വേദനിച്ച കാര്യങ്ങൾ മറന്നു പോകുമെന്ന്. ആമേൻ. നമുക്ക് മറക്കാൻ പറ്റുമോ പലതും? നിങ്ങൾ നമുക്ക് മറക്കാൻ പറ്റുമോ? വചനം മറക്കാൻ പറ്റും. പക്ഷെ പല വേദനകളും നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഭയങ്കരമായിട്ട് നമ്മുടെ ഈ കർത്താവ് പറയുന്നു, എനിക്കറിയത്തില്ല, കർത്താവ് ആ കാര്യത്തിനകത്ത് ഒരു റിസ്റ്റോറേഷൻ തരുന്നു. നിങ്ങളെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങൾ, ചില ട്രോമകൾ യേശുവിൻ്റെ നാമത്തിൽ മറന്ന് നിങ്ങൾ സന്തോഷം അനുഭവിക്കുമെന്ന്. നിങ്ങളെൻ്റെ കൂടെ ഇല്ല. ആമേൻ. ലിൻസി സിസ്റ്ററെ, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഈ സാജൻ ബ്രദർ എന്നും ചിരിച്ചുകൊണ്ടല്ലായിരിക്കും. ഈ കഴിഞ്ഞ 13 വർഷത്തിനിടയ്ക്ക്, 13 വർഷമായില്ലേ? എത്രയായി? 13 ഇയേഴ്സായി. ഈ 13 വർഷത്തിനിടയ്ക്ക് സാജൻ ബ്രദർ ഏറ്റവും ആദ്യം നിങ്ങളോട് ദേഷ്യപ്പെട്ടത്, ഏറ്റവും ആദ്യം നിങ്ങളോട് ലിൻസി സിസ്റ്റർ സങ്കടപ്പെടാനിടയായ ആ ഒരു സീൻ ലിൻസി സിസ്റ്റർ പറയുന്നത്, സാജൻ ബ്രദർ എന്നാ ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഓർക്കുന്നുണ്ടോ? സാധനമൊക്കെ മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റുമോ സിബി സിസ്റ്ററെ? ആ ഒരു സാധനം മറക്കത്തില്ല. സ്വപ്നയ്ക്ക് മറക്കാൻ പറ്റുമോ? എവിടുന്ന്? ആ സ്ഥലവും സമയവും വരെ എന്ത് ചെയ്യുന്നുണ്ട്? എന്നെ സ്നാനപ്പെടുത്തിയ എൻ്റെ വിവാഹമൊക്കെ നടത്തിയ ദേവദാസൻ വളരെ രസകരമായിട്ട് പ്രസംഗിക്കുന്ന ആളാണ്. ഞങ്ങളുടെ പോതച്ചാൻ. അദ്ദേഹം പറയും, ഭർത്താവ് വഴക്ക് പറഞ്ഞ ദിവസം ടൈമും സമയം, പറഞ്ഞ പോലെ ടൈമും സമയം എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഭർത്താവ് ആദ്യമായിട്ട് മേടിച്ചു കൊടുത്ത ഒരു ഗിഫ്റ്റ് അതെന്നാന്ന് വല്ല അറിയാവോ? അത് എന്ത് ചെയ്യും? നല്ലതൊക്കെ എന്ത് ചെയ്യുന്നറിയോ? അത് നമ്മൾ അങ്ങനെയാണ്. പാവ മേടിച്ചു വന്നോ? നല്ലതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? മറന്നു. അല്ല സിവിനെ? ആ ഒരു സമയം അങ്ങനെയായത്. പക്ഷേ ഞാൻ ഈ വചനം എടുത്ത് പ്രസംഗിക്കുമ്പോൾ ഞാൻ സ്പിരിറ്റ് തലത്തിൽ, ആത്മാവിൽ ചിലതിന് ഇന്നിപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ചില ട്രോമകൾ, നിങ്ങളുടെ അമ്മ എന്നാ പറഞ്ഞാലും എന്നെ ബുദ്ധിമുട്ടിച്ചതാ. ചിലരുടെ ഡയലോഗാണ്, നമ്മുടെ നാട്ടിൻപുറത്ത്, ഇവിടുത്തെയല്ല. കണ്ടോ തലയാട്ടിക്കൊണ്ടിരിക്കുക. എന്നെ പറഞ്ഞാൽ ഇതൊന്നും ഞാൻ മറക്കത്തില്ല. ഇനി സ്വർഗത്തിൽ പോയില്ലേ പോലും ചിലതൊന്നും മറക്കത്തില്ലെന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുന്നത്. സ്റ്റെഫി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, നിലത്തോട്ട് നോക്കിയിട്ട് അവളെ ഇങ്ങോട്ട് പോലും നോക്കുന്നില്ല. അവളിങ്ങനെ ചിന്തിച്ചങ്ങ് കൂട്ടുക. സ്വർഗത്തിൽ പോയില്ലല്ലോ, അതൊന്നും മറക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ അതൊക്കെ അങ്ങ് വീട്. ആ ട്രോമകൾ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ ഒന്ന് ചേർന്ന് ഹൃദയം അതിനകത്തൊന്നൊരു റിലീസ് എനിക്ക് വേണമെന്ന് പറയാൻ പറ്റുന്നവർ എത്ര പേരുണ്ട്? അതിനങ്ങനെയുള്ള കൈ പൊക്കി അറിയും. സവിശേഷി പൊക്കണ്ട. ബിനോയിച്ചാൻ നോക്കുന്നത്, എൻ്റെ ദൈവമേ, അമ്മ ഇല്ല, ജീവനോടില്ല, ഇപ്പോഴും ആ ട്രോമയ്ക്കകത്താണ് കിടക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ കൈ പൊക്കണ്ട, മനസ്സിനകത്തൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പക്ഷേ ഇത് തമാശയായിട്ടല്ല പറയുന്നത്. അങ്ങനെയുള്ള ട്രോമകൾ അത് നമ്മളുടെ അനുഗ്രഹത്തിന് തടസ്സമാണ്. യേശുവിൻ്റെ നാമത്തിൽ അപ്പൻ പറഞ്ഞത്, അമ്മ പറഞ്ഞത്, സഹോദരൻ പറഞ്ഞത്, സഭയിലെ പാസ്റ്റർ പറഞ്ഞത്, നിന്റെ അധ്യാപകർ നിന്നെ നോക്കി പറഞ്ഞത്, മറക്കാൻ പറ്റാത്ത നെഗറ്റീവ് ഫോഴ്സ് നിന്റെ മേൽ കൊണ്ടുവച്ച് പിശാച് അതിൻ്റെ മേൽ ജയം പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, ഒരിക്കൽ പോലും തിരിച്ച ഓർമ്മ വരാത്ത നിലയിൽ ചില ഹാർവെസ്റ്റുകൾ നിന്റെ മേൽ ഇട്ടിട്ട് നിന്നെ ബ്ലെസ് ചെയ്യാൻ, ചില ഇൻസിഡന്റുകൾ അത് മറക്കാൻ പോകുന്നു യേശുവിൻ്റെ നാമത്തിൽ. ചില നിരാശകൾ, ചില വേദനകൾ, അതെല്ലാം നീ മറക്കട്ടെ. ഇവിടെ ബൈബിൾ എഴുതിയിരിക്കുന്നു, ഒരു സഹോദരി അവിടെ ലൈഫിലെ ഏറ്റവും വലിയ വേദന അനുഭവിക്കുന്നത് ലേബർ പെയിനിലാണ്. പക്ഷേ ആ സഹോദരിയെ പറ്റി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു കുഞ്ഞ് ലോകത്തിൽ പിറന്നിരിക്കുന്നുള്ള സന്തോഷം നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നതേ ഇല്ല. ഹാർവസ്റ്റിനോടുള്ള ബന്ധത്തിൽ ഞാൻ ആത്മാവിൽ ആ വാക്ക് പറയാം. ചില ഹാർവസ്റ്റുകൾ ചില ട്രോമയ്ക്കകത്തുനിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്നതാണ്. ചില ഹാർവസ്റ്റുകൾ ചില പ്രശ്നങ്ങളുടെ അകത്തുനിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്നതാണ്.
ഞാൻ ഈ കമ്മ്യൂണിയൻ തുറന്നു വെച്ചുകൊണ്ട് പ്രസംഗിക്കാന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമോ? നിങ്ങൾക്കറിയാമോ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് എന്തിനാണ്? പറഞ്ഞു. ഇന്ന് രാവിലെ മുഴുവൻ സ്റ്റെഫി അതാ അമ്മേൻ കുഞ്ഞുങ്ങളോട് ചോദിച്ചേ. ഇന്ന് സ്നേഹത്തെ പറ്റിയാ സ്റ്റെഫി പറഞ്ഞേ. ആമേൻ. ആത്മാവിൻ്റെ ഫലത്തിൽ ഏറ്റവും ആദ്യത്തെ ഫലം സ്നേഹം. എന്തിനാ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നേ? ഒരു വലിയ ടാർഗറ്റ് ഉണ്ടായിരുന്നു യേശുവിന്. ചുമ്മാതെ വന്നതല്ല. യേശു വന്നത് 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കാനോ, 150 മരിച്ചവരെ ഉയർപ്പിക്കാനോ, വെള്ളത്തിൻ്റെ മേലെ നടക്കാനോ, അപ്പം ഇങ്ങനെ വാഴ്ത്തി ഇങ്ങനെ വിശ്രാമം കൊടുക്കാനോ, അത്ഭുതങ്ങളും അടയാളം കാണിക്കാനല്ല വന്നേ. നിങ്ങൾ എഗ്രി ചെയ്യുന്നോ? അതൊക്കെ അതിനകത്ത് നടന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മേലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം, ഏറ്റവും വലിയ ഉത്തരവാദിത്വം, ഏഞ്ചലെ പറയാൻ പറ്റുമോ? ഏഞ്ചൽ ഉറങ്ങണോ? ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്നായിരുന്നു ജീസസിൻ്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്നതായിരുന്നു? വന്നവർക്ക് അപ്പം കൊടുക്കുക എന്നുള്ളതല്ലായിരുന്നു. വന്നവരെ രക്ഷിക്കുക എന്നുള്ളതെന്ന് വെച്ചാൽ സ്തോത്രം ആ പ്രശ്നത്തിനകത്തൊന്ന് വിടുവിക്കുക എന്നുള്ളതല്ലായിരുന്നു. ആയിരങ്ങളെ അടുത്ത് പ്രസംഗിക്കുക എന്നുള്ളതല്ലായിരുന്നു. തൻ്റെ ജീവനെ കൊടുത്തിട്ട് ലോകത്തെ നേടുക എന്നുള്ളത്, പാപത്തിൽ കടക്കുന്നവരെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഡ്യൂട്ടി. ആമേൻ. പക്ഷേ അതിൻ്റെ ആ സീസണോടടുക്കുമ്പോൾ, കാൽവറിയോടടുക്കുമ്പോൾ, യേശു കർത്താവ് പിതാവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കഴിയുമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അത് അന്നേരം കിട്ടിയ അസൈൻമെൻ്റ് അല്ല. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പേ കൊടുത്ത അസൈൻമെൻ്റ് അത്. പക്ഷേ ചില വേദനകൾ മറക്കാൻ പറ്റുന്നില്ല. ചില എനിക്കറിയത്തില്ല, ഞാൻ ആ വാക്ക് പറയുന്നു. ചിലതിനെയൊക്കെ മറക്കണം, ചിലതിനെയൊക്കെ നിങ്ങൾ പിന്നിലുള്ളതിനെ, ആ വാക്കെന്ന് പറഞ്ഞേ, നിങ്ങളുടെ പിന്നിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ളതിന് വേണ്ടി ഓടണം. പിന്നിൽ 2026 ആമേൻ. ഇന്ന് മാർച്ച് മാസം 15 14 മറന്നാൽ മാത്രമേ 16 കിട്ടാനുള്ളത് നിനക്ക് കിട്ടത്തുള്ളൂ. ഞാൻ ഒന്നും കൂടെ പറയുന്നു, ഇന്നലകളിൽ നിന്റെ ലൈഫിലുണ്ടായ ട്രോമകൾ, നമ്മുടെ ജീവിതത്തിലുണ്ടായ വേദനകൾ, നിരാശകൾ, സങ്കടങ്ങളെ നിങ്ങൾ മറക്കാൻ തയ്യാറാകുക. നിങ്ങളുടെ മുമ്പിൽ വലിയൊരു ഓട്ടമുണ്ട്. ചേർന്ന കരങ്ങൾ ഉയർത്തി പറഞ്ഞു, എൻ്റെ മുമ്പിൽ വലിയ കൊയ്ത്ത് വെച്ചിട്ടുണ്ട്, വലിയ കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നലകളിലെ നിങ്ങൾക്ക് അതിനെ ആമേൻ പറയാൻ പറ്റുമോ? ചേർന്ന് പറഞ്ഞേ. സിസ്റ്റേഴ്സ് ഇങ്ങോട്ട് നോക്കിയേ. ഇനിയിപ്പം ബൈബിൾ നോക്കരുതാരും. ആമേൻ. സ്തോത്രം. ഇങ്ങോട്ട് നോക്കിയേ. ഇന്നലകളിലെ പ്രശ്നം നാളുകളിലെ നിന്റെ റൂട്ടിന്, നിന്റെ യാത്രയ്ക്ക് തടസ്സമാകരുത്. ഭാരങ്ങൾ കൂടുന്നതിന് ഒന്നും വേണ്ട, യാത്രയ്ക്ക് അല്പമപ്പം, വിശപ്പിന് സ്വൽപ്പം വെള്ളം. പാട്ട് മനസ്സിലായതാണ്? പാട്ട് മനസ്സിലായോ? നാഗൽ സാഹിബിന്റെ പാട്ടത്. നാഗൽ സാഹിബ് സമയമാം രഥത്തിൽ ഞാൻ. പുള്ളിക്കാരൻ പറയും, എൻ്റെ യാത്ര മേളോട്ട്. പറഞ്ഞേ, ബുദ്ധിമാന്റെ യാത്ര എങ്ങോട്ടാ? നീതിമാന്റെ യാത്ര എങ്ങോട്ടാ? ചേർന്ന് പറഞ്ഞ നീതിമാന്റെ യാത്ര എന്ന് പറഞ്ഞ നീതിമാന്റെ യാത്ര. ബൈബിളിലെ വാക്യം മേൽപോട്ടെന്നാ. മേൽപോട്ട്. ചേർന്ന് പറഞ്ഞേ, മേൽപോട്ട്. മേൽപോട്ട് യാത്ര ചെയ്യുന്ന നീതിമാൻ പറയുകയാണ്, എൻ്റെ യാത്രയ്ക്ക് തടസ്സം ആയിട്ട് എൻ്റെ മേൽ കിടക്കുന്ന ഭാരമൊന്നും എനിക്ക് വേണ്ട. പിന്നെ എൻ്റെ ലൈഫിന് ആവശ്യമുള്ള ഒരല്പം അപ്പം, ഒരല്പം വെള്ളം മാത്രം പോട്ടെ. ഞാനിത് പറയാം. നമ്മുടെ യാത്ര എങ്ങോട്ടാണ്? മേൽപോട്ട്. സ്തോത്രം. നമ്മുടെ ഫ്ലൈറ്റ് എങ്ങോട്ടാ പോകുന്നത്? മേൽപോട്ട്. ഒരു 30,000 അടി വരെ പോക്കത്തുള്ളൂ. പക്ഷേ സ്തോത്രം, സാജൻ ബ്രദർ പാക്ക് ചെയ്യുന്ന 150 കിലോ സാധനവും ഈ സാധനം കൊണ്ടുപോകത്തില്ല. എന്തുമാത്രം കൊണ്ടുപോകും? 25, 30, 40 കിലോ വരെ കൊണ്ടുപോകും. ഒരല്പം മേളോട്ട് പോകുന്ന ഫ്ലൈറ്റ് വെയിറ്റിന് റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, കമാൺ, ഒരല്പം പൊങ്ങി പോകുന്ന ഫ്ലൈറ്റ് ഭാരത്തിന് റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ജീവയാത്ര, ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു.
അവൻ കീഴെയുള്ള പാതാളത്തെ ഒഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനം. അങ്ങനെയാണെങ്കിൽ ഞാൻ വചനമെടുത്ത് 100% ഉറപ്പിൽ പറയാം, ഭാരം പിടിപ്പിക്കുന്നത് പിശാചാണ്, ടെൻഷൻ എടുപ്പിക്കുന്നത് പിശാചാണ്. ഇന്നലത്തെ ട്രോമകൾ പിശാച് കൊണ്ടുവെക്കും. കാരണം എന്നാണെന്നറിയാമോ? നിന്റെ യാത്രയെ തടസ്സപ്പെടുത്തണം. നിന്റെ ഹാർവസ്റ്റിനെ ഇല്ലാതാക്കണം. പക്ഷെ ഇന്ന് പകൽക്കാല സഭ പറ, ഞാൻ എൻ്റെ ഹാർവസ്റ്റിനെ ഇല്ലാതാക്കത്തില്ല. അതുകൊണ്ട് ഇന്നലകളിലെ എൻ്റെ വേദന, ഇന്നലകളിലെ എൻ്റെ ഭാണ്ഡം, ഇന്നലകളിലെ എൻ്റെ നിരാശ. എനിക്കൊന്ന് PDF ഒക്കെ കാണുമായിരിക്കും. ഒരു ബുക്കുണ്ട്, ഈ പരദേശി മോക്ഷയാത്ര മൂവി ഉണ്ടല്ലേ? പുള്ളിയെ കണ്ടിട്ടുണ്ടോ? പരദേശി മോക്ഷയാത്ര കണ്ടിട്ടുണ്ടോ? എൻ്റെ ഉണ്ട്, എനിക്ക് നാട്ടിലാണ്, എൻ്റെ നാട്ടിൽ ബുക്കുണ്ട്. എന്നാ ബെഞ്ചമിന്, നിങ്ങളത് വായിക്കണം, രസകരമാണ്. ഒരാൾ സ്വർഗത്തിലേക്കുള്ള പോക്കാ. പിള്ളേർ സ്കൂളിൽ പോകുന്നതിനേക്കാളും കഷ്ടമായിട്ട് പോകുമ്പം ചെറിയ ഈ 7 kg ബാഗ് കിട്ടുകൊണ്ടോ പോകുന്നത്. പക്ഷേ അങ്ങ് ചെല്ലാറാകുമ്പോൾ തന്നെ പുള്ളിക്ക് നടക്കാൻ മേലാത്ത രീതിയിൽ ഉള്ള ഭാണ്ഡക്കെട്ട് മുഴുവൻ പൊടിച്ച് നടക്കാൻ മേലാത്ത രീതിയിൽ പോവുക. എനിക്ക് തോന്നുന്നു ഒരു കാലത്ത് ബിബ്ലിക്കൽ ജോൺ ബെനിയൻ അല്ലേ, ബിബ്ലിക്കൽ ബുക്കുകളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ബുക്കാ പരദേശി മോക്ഷയാത്ര എന്നുള്ള. വൈകിട്ട് കാണാം. പരദേശി മോക്ഷയാത്ര എന്നുള്ള വരത്തില്ലെന്നോ? താങ്ക് യു ജീസസ്. പരദേശി മോക്ഷ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ബുക്കാ. ഇങ്ങനെ ഇറങ്ങി തിരിച്ച്, സ്ട്രെയിറ്റ് ആയിട്ട് ഇറങ്ങി തിരിച്ച്, പക്ഷെ അവസാനം എങ്ങനെ ചെന്ന് കയറുന്നറിയോ? കുനിഞ്ഞു കൂടി കുമിഞ്ഞ്. ഞാൻ ഒന്ന് പറഞ്ഞു, സഭയൊന്ന് പറഞ്ഞ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറഞ്ഞേ, ഭാരം നിന്റെ യാത്രയ്ക്ക് തടസ്സമാണെന്ന് പറഞ്ഞേ. ഈ 100 മീറ്റർ ഓടുന്ന പിള്ളേരെ കണ്ടിട്ടില്ലേ? ആണിനും പെണ്ണിനെ കണ്ടിട്ടില്ലേ? അവരെങ്ങനെയാ ഓടുന്നേ? ജീൻസും ജാക്കറ്റും എല്ലാം ഇട്ടാണ് ഓടുന്നത്. എൻ്റെ ഷെഫി, ഇതൊന്നും ഇട്ടാൻ അവർക്ക് കൊള്ളത്തില്ലേ? ഓടുന്നവരെ കണ്ടിട്ടുണ്ടോ? ഒരു ഷോർട്സ്, നഗ്നത മറയ്ക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ചെറിയ എന്താ അതിട്ട്. ഇവിടെ ഓട്ടത്തിന് ജീൻസ് ഇട്ടുകൊണ്ട് ഓടിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ജയിക്കാൻ പറ്റത്തില്ല. ഒന്ന് ചേർന്ന് പറഞ്ഞ, ഭാരം വെച്ചുകൊണ്ട് ഓടിയ പ്രശ്നമൊന്നുമില്ല, നിനക്ക് ചിലയിടത്ത് ജയിക്കാൻ പറ്റത്തില്ല. ചിലയിടത്ത് കൊയ്തെടുക്കണമെങ്കിൽ, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, യേശുവിൻ്റെ നാമത്തിൽ. വലിയ ഓട്ടക്കാരിയല്ലേ ഇരിക്കുന്നത്. അമ്മേ എന്താ ഓട്ടത്തിൽ വരുന്നോ? അമ്മേ സ്തോത്രം. ഓട്ടത്തിൽ എന്താ ഈ ടോപ്പും ജീൻസും ഒന്നും ഇടാതെ ഓടുന്നത്? എന്താ? ജയിക്കണമെങ്കിൽ ഇത് നമ്മളെ പിടിക്കാൻ ഇടയാകരുത്. ഒന്നുപോലും എന്നെ പുറകോട്ട് പിടിക്കാൻ ഇടയാകരുത്. ചേർന്ന് വാതുറന്ന് പറഞ്ഞേ, എൻ്റെ ഹാർവസ്റ്റിന് വിരോധമായി ഒന്നുപോലും എൻ്റെ പിന്നിൽ നിന്നും പിടിച്ചു വലിക്കാൻ ഇടയാകരുത്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഞാൻ പിന്നിലുള്ളതിനെ മറന്ന് എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഹാർവസ്റ്റിന് വേണ്ടി, ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ മുന്നോട്ടോടുക തന്നെ ചെയ്യും. വിശ്വസിക്കാമെങ്കിൽ ആ വായകളെല്ലാം തുറന്നു പറഞ്ഞേ, 2026 മാർച്ച് മാസം 15 എന്റെ ഡിസിഷൻ പിന്നിലുള്ളതിനെ മറക്കുന്നു. മറക്കാൻ പറ്റുമോ? അത് നിങ്ങളുടെ പാസ്റ്റായിരിക്കും നിങ്ങളെ വേദനിപ്പിച്ചേ. അതെല്ലാം അങ്ങ് മറക്ക്. നിന്റെ ടീച്ചേഴ്സ് പറഞ്ഞത് മറക്ക്. നിന്റെ സമൂഹത്തിലെ ആരൊക്കെയോ പറഞ്ഞത്, അത് നിന്റെ യാത്രയ്ക്ക് തടസ്സമാ. രഞ്ജു ബ്രദറെ, യേശുവിന്റെ നാമത്തിൽ അതിനെയൊക്കെ ഉപേക്ഷിക്കുക. കാൽവറിയിൽ അതാ കാണിക്കുന്നത്. ഞാൻ ഈ 4-ാം അധ്യായത്തിൽ വന്ന് നമ്മുടെ സമയം കഴിഞ്ഞു. 4-ാം അധ്യായത്തിൽ വന്ന് ഒരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഞാൻ ആ ഭാഗം പറഞ്ഞോളാം. യേശു പറഞ്ഞ വാക്കാ. ശിഷ്യന്മാരോട് പറയുക, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം. 4-ാം അധ്യായം 1 തൊട്ട് പഠിക്കണം. സ്നാനത്തെ പറ്റി പഠിപ്പിച്ചു. അതിനുശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യണം? ആഹാരം കൊണ്ടുപോവാ, നമുക്ക് വിശക്കുന്നുണ്ട്. യേശുവിന് വിശന്നു. ആഹാരം കൊണ്ടുവരാൻ വേണ്ടി യേശു ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നതിനിടയ്ക്ക് ഒരാളെ മീറ്റ് ചെയ്യുന്നു. 4-ാം അധ്യായത്തിൽ ശമരിയാക്കാരത്തി സ്ത്രീ, അവളോട് യേശുവിനെ പറ്റി സംസാരിക്കുന്നു. അവളോട് ദൈവരാജ്യത്തെ പറ്റി സംസാരിക്കുന്നു. അവൾ
ആദ്യം അവനെ യഹൂദനെന്നും, പിന്നെ യജമാനനെന്നും, പിന്നെ മഷിക എന്നും അവിടെ വെളിപ്പാട് മാറിപ്പോകുന്നുണ്ടോ? ആദ്യം നീ ഒരു യഹൂദൻ, പിന്നെ നീ ആരാണ്? യജമാനൻ, പിന്നെ നീ ആരാണ്? മഷിക എന്ന് പറഞ്ഞാൽ കൃത്യം വെളിപ്പാടിനകത്ത് കയറി. അന്ന് യഹൂദന്മാര്, നിങ്ങളെ വാക്യമുണ്ട്, ഞാനതിന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യഹൂദയിൽ നിന്നും ഗലീലയിലേക്ക് പോകുമ്പോൾ, നിങ്ങൾ കേട്ടെ, യഹൂദയിൽ നിന്നും ഗലീലയിലേക്ക് പോകുമ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള വഴിയാണ് ശമരിയ വഴി കയറി പോകുക. പക്ഷെ യഹൂദന്മാർ എന്ത് ചെയ്യുന്നറിയോ? ശമരിയ എന്ന് പറയുന്ന യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ വാക്ക് പറഞ്ഞാൽ അറാമാണ്. ശമരിയ ശാപം പിടിച്ച സ്ഥലമാണ്. അതുകൊണ്ട് യഹൂദന്മാർ എന്ത് ചെയ്യത്തില്ലെന്നറിയാമോ? നേരെ വഴി പോകത്തില്ല. ഇവരെന്ത് ചെയ്യും? കറങ്ങും. എൻ്റെ വീട്ടിൽ നിന്ന് ചർച്ച വരെ വരാൻ 2.30 3 5 രൂപ 5 യൂറോ 30 പെൻസ് കൊടുക്കണം. 1.25 മണിക്കൂർ കൊണ്ട് ചർച്ച വരാം. ടോൾ അടയ്ക്കണം. പക്ഷേ ഞാൻ ടോൾ അടയ്ക്കാതെ വന്നാലുണ്ടല്ലോ, ഉള്ള കൗണ്ടി സൗടി വഴി എല്ലാം വന്നു 1.25 മണിക്കൂർ എന്നുള്ളത് 2 മണിക്കൂറിന് മേളിലെത്തും. എന്ന് പറഞ്ഞതുപോലെ യഹൂദന്മാർ മുഴുവൻ ടോൾ അടയ്ക്കാതെ ശമരിയക്കകത്തൂടെ കയറാതെ ഇങ്ങനെ കറങ്ങിയാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം ശമരിയ ശപിക്കപ്പെട്ട സ്ഥലമാണ്, ഹറാമ. പക്ഷേ യേശു എന്ത് ചെയ്തെന്നറിയോ? അതിനകത്തൂടെ കയറിപ്പോയി. അതിനകത്ത് നിൽക്കുമ്പം അവിടുന്ന് ഒരാളെ പോലും കയ്യിൽ നിന്ന് ആഹാരം പിടിച്ച് കഴിക്കാൻ പറ്റത്തില്ല, വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, ശാപം കയറും. ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടിരിക്കുക, എങ്ങോട്ട്? നമ്മൾ വന്ന സ്ഥലത്തുനിന്ന് പോയിട്ട് ആഹാരം എടുത്തുകൊണ്ട് വരാൻ. അങ്ങനെ ആഹാരം എടുക്കാൻ വേണ്ടി ശിഷ്യന്മാർ പോകുമ്പോഴാണ് ഇവൾ, ഈ ശമരിയക്കാരത്തി സ്ത്രീ, യേശുവുമായിട്ട് സംസാരിക്കുന്നത്. അവൾ യേശുവുമായിട്ട് സംസാരിച്ച് മശിഹായെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ വന്ന് ആഹാരം കഴിക്കാൻ വേണ്ടി വിളിച്ചു. ഉടനെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാ, ഞാൻ ഓൾറെഡി എന്ത് ചെയ്തു? ആഹാരം കഴിച്ചു, എൻ്റെ വിശപ്പ് മാറി. ആമേൻ. ഈ യേശുവിൻ്റെ വിശപ്പ് എന്തിൻ്റെ വിശപ്പാരെന്നറിയോ? ഈ ആഹാരത്തിൻ്റെ മാത്രം വിശപ്പല്ല, ആത്മാക്കളെ പറ്റിയുള്ള വിശപ്പ്. ഇന്ന് പകൽ ഞാൻ പറയുന്നു, ആത്മാക്കളെ പറ്റിയുള്ള ദാഹം. ബൈബിൾ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല. നാഥ, നിന്റെ വചനത്തിന് വേണ്ടിയുള്ള വിശപ്പ്, നിന്റെ വചനത്തിന് വേണ്ടിയുള്ള ദാഹം എൻ്റെ മേൽ പകരണമേ ഒന്ന് പ്രാർത്ഥിച്ചു. ആത്മാവിന് വേണ്ടി ഒരു ദാഹം, ഒരു എരിവ് എൻ്റെ മേലൊന്ന് വീഴണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആരുണ്ട് ഇവിടെ? 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് ഇന്നൊരൊറ്റ വാക്കേ ഉള്ളൂ പറയാൻ. ചിലത് നീ മറക്കും, ചിലത് നീ മറക്കും. അത് മറന്നാൽ ആത്മാക്കളുടെ ഹാർവസ്റ്റ് നീ കാണും. അത് മറന്നാൽ ആത്മാക്കൾ, ചേർന്ന് പറഞ്ഞേ, ആത്മാക്കളുടെ ഹാർവസ്റ്റ് എന്നൊന്ന് പറഞ്ഞേ. ദൈവജനത്തിൻ്റെ ഹാർവസ്റ്റ് നമ്മൾ കാണും. ആമേൻ. ദൈവജനത്തിൻ്റെ ഹാർവസ്റ്റ് കാണും. ചിലത് മറന്നാൽ, യേശു പറഞ്ഞു, പിതാവേ ഇത് എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഇത് വഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ യേശു അത് മറക്കാൻ തയ്യാറായപ്പോൾ യേശു കണ്ട ഹാർവസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മളെല്ലാവരും. അതാണ് ഈ കർത്തൃമേശ. 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഈ പറഞ്ഞ വേദന നിങ്ങൾ മനസ്സിലാക്കുക. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം, ഹീബ്രു 12:1. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന നമ്മൾ പാപം വിടും. ഭാരം, ആരാ ഭാരം വിടുന്നേ? കർത്താവേ. കാരണം ഇപ്പം നമ്മൾ കമ്മ്യൂണിയൻ എടുക്കുന്നതിന് മുമ്പ് കർത്താവേ എന്നോട് ക്ഷമിക്കണമെന്ന് പറയും. പാപം, ഭാരം വിടാൻ പറ്റുമോ? എന്നോട് കർത്താവ് പറയുന്നു, ഭാരം നിന്റെ ബ്ലെസ്സിങ്ങിന് എവിടെയോ തടസ്സമാണ്. ഒരു മിനിറ്റ് നമുക്ക് കമ്മ്യൂണിലേക്ക് പ്രവേശിക്കാം. നിന്റെ ഭാരം, ആ ഭാരം യേശുവിൻ്റെ മേൽ വിട്ടേ. ഇനി ഇത് നമ്മൾക്ക് ആവർത്തിക്കണ്ട. നമ്മുടെ മിനിസ്ട്രിയിൽ ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയോ? അന്ന് ആ പാസ്റ്റർ പറഞ്ഞതായിരിക്കും, അന്ന് ആ ബ്രദർ പറഞ്ഞതായിരിക്കും, ഒരു ചിരിയായിരിക്കാം.
അവൾ നന്നാകത്തില്ല, അവൾ രക്ഷപ്പെടത്തില്ല, അവൾ അനുഗ്രഹിക്കപ്പെടത്തില്ല. പിശാച് നിന്നെ നോക്കി, നിന്റെ വീടിനെ നോക്കി, നിന്റെ ചുറ്റുപാടുകളെ നോക്കി, നിന്റെ ഫ്യൂച്ചറിനെ നോക്കി, ഏതെങ്കിലും മനുഷ്യൻ്റെ വായിലൂടെ നീ ആ വാക്ക് കേട്ടെങ്കിൽ ആ ഭാരം നിന്റെ ഹാർവസ്റ്റിന് തടസ്സമാണ്. ഇന്ന് പകൽ അതിനോട് വിട പറയുക. പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ തിരുമേശയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നു. സകല ഭാരവും, മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഞങ്ങളുടെ ഓട്ടം ഓടുവാൻ ഞങ്ങളെ നീ സഹായിക്കണം. ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. നമുക്ക് കമ്മ്യൂണിലേക്ക് പ്രവേശിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ യേശു ശിഷ്യന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ നേരത്തെ ആവർത്തിച്ച വാക്കൊന്നുകൂടെ പറയുന്നു. എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇതെനിക്ക് താങ്ങുന്നതിലും അപ്പുറമാണെന്ന് യേശു പറഞ്ഞതാ. പക്ഷേ പിതാവിൻ്റെ ഹിതത്തിന് വേണ്ടി സകല ഭാരവും വിട്ട്, സകല ചിന്തകളും വിട്ട് അപ്പൻ്റെ ഹിതം ചെയ്യാൻ വന്ന പുത്രനെ പോലെ നമുക്കൊന്നിച്ച പാതപെടുത്തെങ്കിലേക്ക് വരാം. ഞങ്ങൾ പുത്രനെ ഉയർത്തുന്നു. യേശു രാജാവേ, ഞങ്ങളുടെ നടുവിൽ അങ്ങ് ഇറങ്ങി നിൽക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ.